റേസിസം വംശീയത എത്രത്തോളം ഭയാനകമാകാമെന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം. ശുദ്ധ വംശീയത എന്ന് സ്വദേശവാസികൾ പോലും പറഞ്ഞ ഹൃദയഭേദകമായ ഒരു ആക്രമണം. അടുത്തിടെ ഡബ്ലിനിലെ ടാലിയിൽ ഇന്ത്യൻ വംശജന് നേരെ നടന്ന ക്രൂരമായ ആക്രമണം അയർലൻഡിൽ വൻ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. സംഭവത്തെ തുടർന്ന് സാമൂഹ്യ മാധ്യമങ്ങളുടെ വംശീയതയ്ക്കെതിരെ കടുത്ത നിലപാടാണ് ഇന്ത്യൻ സമൂഹം സ്വീകരിക്കുന്നത്. അതേസമയം ഇന്ത്യക്കാരെ പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്തുണ്ട്. ജൂലൈ 10 ശനിയാഴ്ചയാണ് 40-കാരനായ ഇന്ത്യൻ ടെക്കി ടാലയിൽ പാർക്ക് ഹിൽ റോഡിൽ വെച്ച് ക്രൂരമായി ആക്രമിക്കപ്പെടുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ആമസോൺ ജീവനക്കാരനായ ഇദ്ദേഹം 3 ആഴ്ച മുമ്പാണ് അയർലൻഡിലെത്തിയത്. കുട്ടികളോട് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ച് ഒരു കൂട്ടം കൗമാരക്കാരും 6ഓളം മുതിർന്നവരും ചേർന്ന് ഇയാളെ ആക്രമിക്കുകയും വിവസ്ത്രനാക്കുകയും ചെയ്ത് റോഡിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ആക്രമണത്തിൽ ഇയാൾക്ക് കൈകൾക്കും കാലിനും മുഖത്തും കഴുത്തിലും സാരമായ പരിക്കുണ്ട്. ടാല യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച ഇദ്ദേഹത്തെ പിന്നീട് ഡിസ്ചാർജ് ചെയ്തു. ഇദ്ദേഹത്തെ ടാല സൗത്ത് കൗൺസിലർ ബേബി പെരെ പടം സന്ദർശിക്കുകയും ചെയ്തു. ഇന്ത്യക്കാരനെ സഹായിച്ച ഐറിഷ് വനിത ജെന്നിഫർ മുറെ രക്തം വാർന്ന് റോഡിന്റെ മധ്യത്തിൽ ഭാഗികമായി വിവസ്ത്രനായ നിലയിൽ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇദ്ദേഹം കിടക്കുന്നത് ഭയാനകമായ കാഴ്ചയായിരുന്നു എന്ന് വിവരിച്ചു. അവർ ഇദ്ദേഹത്തിന് പ്രഥമ ശുശ്രൂഷ നൽകുകയും പുതപ്പ് നൽകുകയും ചെയ്ത ശേഷമാണ് എമർജൻസി സർവീസസിനെ ബന്ധപ്പെട്ടത്. ജെന്നിഫർ പറഞ്ഞതനുസരിച്ച് 13 പേരടങ്ങുന്ന സംഘം ഇന്ത്യക്കാരനെ മർദ്ദിക്കുകയും അദ്ദേഹത്തിന്റെ ഫോൺ, ബാങ്ക് കാർഡുകൾ, വസ്ത്രങ്ങൾ, ഷൂസ് എന്നിവ മോഷ്ടിക്കുകയുമായിരുന്നു എന്നാണ്. ഇരയ്ക്കെതിരായ വ്യാജ ആരോപണങ്ങളെയും ജെന്നിഫർ ശക്തമായി നിഷേധിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ മാന്യവും ശാന്തവുമായ സ്വഭാവം എടുത്തു പറയുകയും ചെയ്ത ജെന്നിഫർ വംശീയ അതിക്രമങ്ങൾക്ക് പ്രേരിപ്പിക്കാൻ ഇത്തരം കെട്ടിച്ചമച്ച കഥകൾ ഉപയോഗിക്കുന്നതിനുള്ള ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആക്രമണത്തിനെതിരെയായ വ്യക്തിക്കെതിരെ വ്യാജ ആരോപണം, തീവ്ര വലതുപക്ഷ കുടിയേറ്റ വിരുദ്ധ അക്കൗണ്ടുകൾ ഓൺലൈനിൽ പ്രചരിപ്പിച്ച ആക്രമണത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചു വരികയാണെന്ന് അന്വേഷണങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. സംഭവത്തിൽ ഐറിഷ് പോലീസ് സേനയായ ഗാർഡ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഒരു വിദ്വേഷ കുറ്റകൃത്യമായി കണക്കാക്കിയാണ് അന്വേഷണം നടത്തുന്നത്. ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിലും പ്രതികളിൽ ചിലർക്ക് മുൻപും വിദേശ പൗരന്മാർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളുമായി ബന്ധമുണ്ടെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ആക്രമണത്തെ ഇന്ത്യൻ അംബാസിഡർ അഖിലേഷ് മിശ്ര ശക്തമായി അപലപിച്ചു. ആക്രമണത്തിൽ ഇത്രയും ഗുരുതരമായ പരിക്കുകൾ സംഭവിച്ചത് എങ്ങനെയെന്ന് ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്തുണ നൽകിയതിന് ഐറിഷ് പൊതുജനത്തിനും ഗാർഡിക്കും നന്ദി അറിയിച്ച അദ്ദേഹം ഇരയ്ക്ക് വേഗത്തിൽ നീതി ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഐറിഷ് രാഷ്ട്രീയക്കാരും പ്രാദേശിക കൗൺസിലർമാരും ആക്രമണത്തെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. അയർലൻഡിൽ ഈ സംഭവം ഒറ്റപ്പെട്ട ഒന്നല്ല എന്നത് നിർഭാഗ്യകരമാണ്. ഇന്ത്യക്കാർക്കും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും നേരെ വംശീയ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. തീവ്ര വലതുപക്ഷ ആശയങ്ങളാൽ പ്രേരിതമായ കുടിയേറ്റ വിരുദ്ധ വികാരങ്ങൾ വർദ്ധിച്ചു വരുന്നതാണ് ഇതിന് കാരണം. ഇമിഗ്രന്റ് കൗൺസിൽ ഓഫ് അയർലൻഡ് പോലുള്ള സംഘടനകൾ വംശീയതയെ നേരിടാൻ കൂടുതൽ സജീവമായ സമീപനം സ്വീകരിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. പോലീസിന്റെ സാന്നിധ്യം വർദ്ധിപ്പിക്കേണ്ടതിന്റെയും അതുപോലെ കുടിയേറ്റ സമൂഹങ്ങളെ മികച്ച രീതിയിൽ ഉൾക്കൊള്ളിക്കേണ്ടതിന്റെയും ആവശ്യകതയും ചർച്ച ചെയ്യണമെന്നുമാണ് ഇവർ ഉന്നയിക്കുന്ന മെയിൻ ആവശ്യം. ഇത്തരം വലതുവിരുദ്ധ കുടിയേറ്റ അനുകൂല സംഘടനകൾ ജൂലൈ 26, 2025 ടാലയിൽ സ്റ്റാൻഡ് എഗെയിൻസ്റ്റ് റേസിസം എന്ന പേരിൽ ഒരു ഒത്തുചേരൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അന്വേഷണം തുടരുമ്പോൾ സംഭവം വംശീയ അക്രമത്തെയും യൂറോപ്പിലെ കുടിയേറ്റക്കാരുടെ സുരക്ഷയും കുറിച്ചുള്ള ആശങ്കകൾ വീണ്ടും ജ്വലിപ്പിച്ചിരിക്കുകയാണ്.